ഇപ്പോൾ മിഡ് ടേമിൻ്റെ ടൈമാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3rd ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ്. ബ്രിങ് എ ഗ്ലോയിങ് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ഒരു ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുക. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ഒരു എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിൻ്റെ ഭാഗത്ത് കൊണ്ടുവരിക. എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഗ്ലോയിങ് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് burns more brightly on heating potassium permanganate. It will deposit and release oxygen. എന്താണ് കാണുന്നത്? ചന്ദനത്തിരി ആളി കത്തുന്നത് കാണാം. കാരണം എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഓക്സിജൻ വാതകം പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ചന്ദനത്തിരി ആളി കത്തുന്നത്. The stick flares up. What could be the reason? എന്താണ്? ഓക്സിജൻ സപ്പോർട്ട് ടു കമ്പസ്റ്റ്. എന്താണ് കാരണം? ഓക്സിജൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? വസ്തുക്കളെ കത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് സ്റ്റിക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ആളി കത്തിയത്. ഡസ് ദ റെസിഡ്യൂ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഹാവ് ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്? ടെസ്റ്റ് ട്യൂബിൽ അവശേഷിക്കുന്ന വസ്തുവിന് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിറമാണോ? നോ. ദ residue in the test tube have no color of potassium permanganate. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം കാണില്ല. Can this reaction takes place without heating? ഈ പ്രവർത്തനം നമുക്ക് ചൂടാക്കാതെ നടത്താൻ കഴിയുമോ? ഇല്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടാസ്യം മാഗ്നേറ്റും മാംഗനീസ് ഡയോക്സൈഡും പിന്നെ ഓക്സിജനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോഴത്തേക്ക് പൊട്ടാസ്യം മാഗ്നേറ്റ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജനാണ് ഉണ്ടാകുന്നത്. ഇൻ ദിസ് റിയാക്ഷൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസസ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. എന്താണ് നടക്കുന്നത്? ഈ പ്രവർത്തനത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപോർജ്ജത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഇക്വേഷൻ കാണുമ്പോഴത്തേക്ക് അറിയാം. ഇവിടെ ഹീറ്റ് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. താപത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ ഫോളോയിങ് ചേഞ്ചസ് ആസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും എന്താണെന്ന് ഈ തന്നിരിക്കുന്നതിൽ ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും എന്താണെന്നുള്ളത് പട്ടികപ്പെടുത്താനാണ്, തിരിക്കാനാണ്. ഫിസിക്കൽ ചേഞ്ച് ഏതാണെന്ന് കെമിക്കൽ ചേഞ്ച് ഏതൊക്കെയാണെന്നും തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തത് ബേണിംഗ് ഓഫ് വുഡ്, വിറക് കത്തുന്നത്. എന്താണ്? നമുക്കറിയാം, വിറക് കത്തുന്നത് ഏതാണ്? കെമിക്കൽ ചേഞ്ച്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്താണ്? അതും കെമിക്കൽ ചേഞ്ച് ആണ്. റെയിനിങ്, മഴ പെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. കാർഡിംഗ് ഓഫ് മിൽക്ക് അതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. സീഡ് ജെർമിനേറ്റ് ഇൻ എ പ്ലാന്റ് ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ് ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറഞ്ഞാൽ വിറക് കത്തുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുന്നു. റെയിനിങ്, മഴ പെയ്യുന്നത്. കാർഡിംഗ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് പാൽ തൈരാകുന്നത്. സീഡ് ജെർമിനേറ്റ് ഇൻ എ പ്ലാന്റ് സസ്യങ്ങൾ വളരുന്നു. മെൽറ്റിംഗ് ഓഫ് വാക്സ് മെഴുക് ഉരുകുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? റെയിനിങ്, സീഡ് ജെർമിനേഷൻ ഇൻ ടു എ പ്ലാന്റ്, മെൽറ്റിംഗ് ഓഫ് വാക്സ്. കെമിക്കൽ ചേഞ്ചസിൽ ബേണിംഗ് ഓഫ് വുഡ്, റസ്റ്റിംഗ് ഓഫ് അയൺ, കാർഡിംഗ് ഓഫ് മിൽക്ക്. ഭൗതിക മാറ്റം, മഴ പെയ്യുന്നത്, സസ്യങ്ങൾ വളരുന്നത്, മെഴുക് ഉരുകുന്നത്. രാസമാറ്റം എന്ന് പറയുന്നത് വിറക് കത്തുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പാൽ തൈരാകുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ച് ഒരു വസ്തു മറ്റൊന്നായി മാറിയാൽ അതിനെ നമുക്ക് വീണ്ടും ആ ഒരു വസ്തുവായിട്ട് കൊണ്ടുവരാൻ കഴിയും. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് തിരിച്ച് ആ പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ കഴിയുകയില്ല. പെർമനൻറ്റ് ചേഞ്ച് ആണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Metals such as sodium and potassium react vigorously with water to form hydrogen gas and corresponding alkyl.
സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും ഉണ്ടാകുന്നു. 2Na+H2O gives 2NaOH+H2 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ ആണ്. റൈറ്റ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ് ഇൻ ദ എബവ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസും പ്രോഡക്റ്റും എഴുതാനാണ്. റിയാക്റ്റൻസ് ഏതാണ് വരുന്നത്? സോഡിയവും വാട്ടറും. നമുക്കിവിടെ നോക്കിയാൽ ഇത് സോഡിയവും വാട്ടറുമാണ് ഈ ആരോയ്ക്ക് മുന്നേ ആയിട്ട് വരുന്നത്. ഒരു രാസപ്രവർത്തനത്തിന് പങ്കെടുക്കുന്ന വസ്തുക്കളാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്നതാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റിയാക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? സോഡിയവും വാട്ടറും. പ്രോഡക്ട്സ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജൻ. ഓക്കെ. അപ്പോൾ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് സോഡിയവും ജലവുമാണ്. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ്. ഇതിൽ നോക്കൂ, സോഡിയത്തിൻ്റെ പ്രത്യേകത. സോഡിയം ഈസ് എ മെറ്റൽ ലൈക്ക് അയൺ, അലുമിനിയം എക്സെട്ര. സോഡിയം എന്ന് പറയുന്നത് എന്തോന്നാണ്? അലുമിനിയം, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളെ പോലെ അതുപോലെ ഒരു ലോഹമാണ്. സോഡിയം ഈസ് എ സോഫ്റ്റ് മെറ്റൽ, വി ക്യാൻ കട്ട് ഇറ്റ് വിത്ത് എ നൈഫ്. സോഡിയം എന്ന് പറയുന്നത് ഒരു മൃദുലോഹമാണ്, അതുകൊണ്ട് നമുക്ക് അവയെ കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ കഴിയും. ഡെൻസിറ്റി ഓഫ് സോഡിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിനേക്കാളും സോഡിയത്തിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ കുറവാണ്. സോഡിയത്തിൻ്റെ സാന്ദ്രത ജലത്തേക്കാൾ കുറവാണ്. സോഡിയം ഈസ് ഹൈലി റിയാക്റ്റീവ്, സോ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ. സോഡിയത്തിന് ക്രിയാശീലത വളരെ കൂടുതലാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന്. ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദം. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ. ആസിഡ്, ആൽക്കലീസ് ആൻഡ് സാൾട്ട് ഇൻ their molten form as well as the aqueous solution are electrolytes. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എക്സെട്ര. അപ്പോൾ ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. എക്സാമ്പിൾ ഏതൊക്കെ പറയാം? സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. The rods which are connected to the poles of a battery and which transfer electricity to the electrolyte are known as electrodes. Electrode എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെയാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോഡ്സ്? The rods which are connected to the poles of a battery and which transfer electricity to the electrolyte are known as electrodes. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. യൂസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത ലേപനം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ഗോൾഡ് കവേർഡ് ഓർണമെൻറ്റ്സ്. ഏതൊക്കെയാണ്? ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഗോൾഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നു. ടു പ്രിവെൻറ്റ് കറോഷൻ, ലോഹനാശനം തടയുന്നതിന് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നു. ഫോംസ് ഓഫ് എനർജി ലൈക്ക് ഹീറ്റ്, ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആർ എക്സ്ചേഞ്ച് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. രാസപ്രവർത്തനങ്ങളിൽ താപം, പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ്ജ രൂപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. There are chemical reactions which involve the absorption or liberation of energy. ഊർജ്ജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഊർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളും ഉണ്ട്. റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് എനർജി ഈസ് നോൺ ആസ് എന്താണ്? ഊർജ്ജത്തെ അബ്സോർബ് ചെയ്യുന്നതിന് എൻഡോർജിക് റിയാക്ഷൻസ് എന്നും ആൻഡ് ദോസ് വിച്ച് ലിബറേറ്റ് എനർജി ആർ നോൺ ആസ് എക്സോർജിക് റിയാക്ഷൻസ്. ലിബറേറ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയുക? എക്സോർജിക് റിയാക്ഷൻസ് എന്ന് പറയുന്നു. ഊർജ്ജം ആഗിരണം ചെയ്യുന്ന
ചെയ്യുന്നവയെ ഊർജാകീർണ പ്രവർത്തനങ്ങളെന്നും ഊർജം പുറത്തുവിടുന്നവയെ ഊർജമോചക പ്രവർത്തനങ്ങളെന്നും പറയുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ആൻഡ് ടാബുലേറ്റ് ദ ക്ലാസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്ത് which you have already familiarized. റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏത് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് എഴുതാനാണ്. ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നത്, അതിൻ്റെ വിഘടനം എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ, താപോർജ്ജം ആഗിരണം ചെയ്യുന്നു. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻ, താപോർജ്ജം പുറത്തുവിടുന്നു. ഡീകോമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഫോട്ടോസിന്തസിസും സെയിം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഡീകോമ്പോസിഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് മെറ്റൽ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആസിഡുമായുള്ള പ്രവർത്തനത്തിൽ എന്താണ്? താപോർജ്ജം പുറത്തുവിടുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനം താപോർജ്ജം ആഗിരണം ചെയ്യുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള നിർവീകരണ പ്രവർത്തനം താപോർജ്ജം പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്നു. സിൽവർ ബ്രോമൈഡ് വിഘടിക്കുന്നത് പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുന്നു. വൈദ്യുത ലേപനം വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുന്നു. ആസിഡും ലോഹങ്ങളും തമ്മിലുള്ള പ്രവർത്തനം വൈദ്യുതോർജ്ജം പുറത്തുവിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, വിവിധ തരം സെല്ലുകളാണ്. സെൽസ് ആർ വൈഡ്ലി യൂസ്ഡ് സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ എന്ന് പറയുന്നത്. സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് ആർ വൈഡ്ലി യൂസ്ഡ് സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദം ത്രൂ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇവയിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. നമുക്ക് സെൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈ സെൽ, ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന്. റേഡിയോസ്, ക്യാമറാസ്, ക്ലോക്സ്, ടോയ്സ്. ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ? റേഡിയോസ്, ക്യാമറാസ്, ക്ലോക്സ്, ടോയ്സ്. ഡ്രൈ സെല്ല് റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. മെർക്കുറി സെൽ, വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ്. വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. നിക്കൽ കാഡ്മിയം സെൽ, റീചാർജബിൾ ടോർച്ചസ്, ക്യാമറാസ്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറകൾ. ലിഥിയം അയൺ സെൽ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്. ലിഥിയം അയോൺ സെൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്ന? മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ. വിച്ച് എമംഗ് ദീസ് സെൽസ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ്. ഇവയിൽ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകൾ ഏതെല്ലാമാണ്? നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്. നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് തെർമോകെമിക്കൽ റിയാക്ഷൻ? റിയാക്ഷൻസ് വിച്ച് അബ്സോർപ്ഷൻ ഓർ ലിബറേറ്റ് ഹീറ്റ് എനർജി ഈസ് കാൾഡ് തെർമോകെമിക്കൽ റിയാക്ഷൻസ്. താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? താപോർജ്ജം ആഗിരണം ചെയ്യുന്നതോ പുറത്തുവിടുന്നതോ ആയ രാസപ്രവർത്തനങ്ങളാണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. തെർമോകെമിക്കൽ റിയാക്ഷൻസ്. റിയാക്ഷൻസ് വിച്ച് അബ്സോർബ്സ് ഓർ ലിബറേറ്റ് ഹീറ്റ് എനർജി ഈസ് കാൾഡ് തെർമോകെമിക്കൽ റിയാക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൻ്റെ ഒരു പാർട്ട് കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. The arrangements of coating silver on iron ring is given below. ഇരുമ്പ് വളയിൽ വെള്ളി ആവരണം ചെയ്യുന്ന ക്രമീകരണത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? അയൺ റിങ്, പിന്നെ സിൽവർ റോഡ്, സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനിയുടെ ഒരു മിശ്രിതം. സിൽവർ സയനൈഡും സോഡിയം സയനൈഡിൻ്റെയും.
വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്? ഇവിടെ ഉപയോഗിച്ച ഊർജ രൂപം ഏതാണ്? ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അത്യാവശ്യമാണ്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതി അത്യാവശ്യമാണ്, വൈദ്യുതോർജ്ജമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്? വൈദ്യുതോർജ്ജം. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഇതിനെന്ത് പറയും? ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ്. അടുത്ത് വിച്ച് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ ഫോർ കോട്ടിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്? ഇരുമ്പ് വളയിൽ കോപ്പർ ലോഹമാണ് ആവരണം ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന ലായനി എന്തായിരിക്കും? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Take some silver bromide in 2 dry watch glasses. Wrap on of these with a black paper and keep both of them in sunlight for some time. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസ്സുകളിൽ അല്പം സിൽവർ ബ്രോമൈഡ് എടുക്കുന്നു. ഒരു വാച്ച് ഗ്ലാസ്സിനെ കറുത്ത കടലാസ് കൊണ്ട് പൊതിയുന്നു. 2 അല്പനേരം സൂര്യപ്രകാശത്തിൽ വയ്ക്കുന്നു. എന്ത് സംഭവിക്കും? റൈറ്റ് ദ ഒബ്സർവേഷൻ. നിരീക്ഷണം എന്താണെന്ന് എഴുതാനാണ്. റൈറ്റ് ദ റീസൺ ഫോർ ദ ചേഞ്ചിനുണ്ടാകുന്ന റീസൺ എന്താണെന്ന് എഴുതാനാണ്. മാറ്റത്തിൻ്റെ കാരണം എന്തെന്നാണ് എഴുതാൻ. എന്താണ് സംഭവിക്കുന്നത്? സിൽവർ ബ്രോമൈഡ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ടേൺസ് ബ്ലാക്ക്. സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശത്തിൽ വയ്ക്കുമ്പോൾ എന്തായി മാറുന്നു? കറുപ്പ് നിറമായി മാറുന്നു. റൈറ്റ് ദ റീസൺ ഫോർ ദ ചേഞ്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ കറുപ്പ് നിറമായി മാറുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് സിൽവർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡീകോമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് ബൈ അബ്സോർബിംഗ് ലൈറ്റ്. പ്രകാശോർജം ആഗിരണം ചെയ്യുന്നതിൻ്റെ ഫലമായി സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് എന്തായി മാറുന്നു? സിൽവറായി മാറുന്നു. സിൽവർ അഭിഷിപ്തപ്പെട്ടതാണ് ഇതിന് കാരണം. The decomposition of silver produced the decomposition of silver bromide. എന്താണ്? പ്രകാശോർജം. അബ്സോർബിംഗ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് സിൽവറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.